നമസ്കാരം. പ്രധാന വാർത്തകൾ. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായത്തിൽ ഭേദഗതി വരുത്തി സംസ്ഥാന സർക്കാർ യുവാക്കളെ വഞ്ചിച്ചുവെന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ. പിണറായി വിജയന്റെ അടിമകളായി ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനകൾ മാറിയെന്നും ഷാഫി പറമ്പിൽ MLA. കേരളത്തിൽ അന്ധവിശ്വാസത്തിനും അരുംകൊലയ്ക്കും ഊർജം പകരുന്നത് ഭരണപരാജയത്തിന്റെ തെളിവാണെന്ന BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി KP സുധീർ. കേരളത്തെ ലഹരി ഭീകരവാദ മുക്തമാക്കുക എന്ന മുദ്രാവാക്യവുമായി BJP നേതൃത്വത്തിൽ പാലക്കാട് പൊതുസദസ് സംഘടിപ്പിച്ചു. പോലീസിന്റെ പരാക്രമം പട്ടാളക്കാരോട് വേണ്ടെന്ന എക്സ് സർവീസ് ലീഗ്. കേരളത്തിന്റെ പേരിനും പെരുമയ്ക്കും അഭിമാനത്തിനും തുരങ്കം വയ്ക്കുന്ന സർക്കാരാണ് കേരളത്തിലേതെന്നും ഭാരവാഹികൾ. ലൈഫ് മിഷൻ എന്ന പേരിൽ വാഗ്ദാനങ്ങളുടെ ചതിയിൽപ്പെട്ടത് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളാണെന്ന KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ. ചിറ്റൂർ വെള്ളപ്പനിയിൽ ഫ്ളാറ്റ് നിർമ്മാണം നിലച്ചതിനെതിരെ വഞ്ചനയുടെ 5 ആണ്ട്. ഉപവാസ സമരം നടത്തി കോൺഗ്രസ്. സംസ്ഥാന സർക്കാരിന്റെ ലഹരിമുക്ത ക്യാമ്പയിനിൽ പങ്കുചേർന്ന സർക്കാർ സർവീസ് സംഘടനയായ FSCTO ക്യാമ്പിന്റെ ഭാഗമായി ജീവനക്കാർ മനുഷ്യ ശൃംഖല തീർത്ത പ്രതിജ്ഞ ചൊല്ലി. വാർത്തകൾ വിശദമായി. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായത്തിൽ ഭേദഗതി വരുത്തി സംസ്ഥാന സർക്കാർ യുവാക്കളെ വഞ്ചിച്ചെന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ MLA. ചെറുപ്പക്കാരെ കേരളത്തിൽ നിന്നും ആട്ടിയോടിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു. പിണറായി വിജയന്റെ അടിമകളായി ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനകൾ മാറി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നടത്തുന്നത് അനാവശ്യ ധൂർത്താണെന്നും യൂത്ത് കോൺഗ്രസ് വിഷയത്തിൽ ശക്തമായ സമരം നടത്തുമെന്നും ഷാഫി പറഞ്ഞു. കേരളത്തിലെ യുവാക്കളെ നാട് കടത്താൻ ശ്രമിക്കുകയാണ് ഈ ഗവൺമെൻറ്. അല്ലെങ്കിൽ തന്നെ ഗവൺമെൻറ്റും ബന്ധപ്പെട്ടതുമായിട്ടുള്ള എല്ലാ ചർച്ചകളിലും നിറഞ്ഞു നിൽക്കുന്നത് ചെറുപ്പക്കാർക്ക് ഇവിടെ തൊഴിൽ കിട്ടാതെ നാട് വിട്ടു പോകേണ്ടി വരുന്നു എന്നുള്ള അവസ്ഥ നമ്മളെല്ലാവരും വായിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് 10-60,000-ഓളം ചെറുപ്പക്കാർക്ക് ഈ സമയത്ത് കിട്ടേണ്ട തൊഴിലിനെ ഇല്ലാതാക്കി ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ തൊഴിൽ സ്വപ്നങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു ഉത്തരവ് കേരളത്തെ യുവജനതയെ പൂർണ്ണമായും വഞ്ചിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഉത്തരവ് ഈ ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുള്ളത്. ഒരു കാരണവശാലും യൂത്ത് കോൺഗ്രസിനെന്നല്ല യുവജനങ്ങളോട് താല്പര്യമുള്ള ഒരു സംഘടനക്കും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഈ ഉത്തരവ് പിൻവലിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് കേരളത്തിലെ ചെറുപ്പക്കാരൻ്റെ തൊഴിലിനു വേണ്ടി യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഈ ഗവൺമെൻറ്റിന് പാടെയില്ല. കടം മേടിച്ച് സർക്കാർ കിഫ്ബിയുടെ പേരിലും മസാല ബോണ്ടിൻ്റെ പേരിലും ഒക്കെ കടം മേടിച്ച് സർക്കാർ ഇതിനെ മുക്കിക്കൊല്ലുകയാണ്. പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല, റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കഴിയുന്നില്ല. അതേസമയം ധൂർത്തിനൊരു കുറവുമില്ല. മന്ത്രിമാരുടെയും കുടുംബാംഗങ്ങളുടെയും വിദേശ പര്യടനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി 10 പൈസയുടെ ഗുണം ഈ സംസ്ഥാനത്തിന് ലഭിച്ചില്ലെങ്കിലും നടത്തിക്കൊണ്ടേയിരിക്കുന്ന ആളുകൾ, മുഖ്യമന്ത്രിയുടെയും മറ്റ് പ്രധാനപ്പെട്ട ആളുകളുടെയും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ വിദേശയാത്രക്ക് പോലും ലക്ഷങ്ങളും കോടികളും ചെലവഴിക്കുന്ന ആളുകളോട് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്, ചെറുപ്പക്കാരുടെ തൊഴിൽ സ്വപ്നങ്ങളിൽ തൊട്ടിട്ടല്ല നിങ്ങൾ ചെലവ് ചുരുക്കേണ്ടതും ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാക്കേണ്ടതും. അതിന്റെ എഫക്റ്റീവ്നെസ് വർദ്ധിപ്പിച്ചിട്ടാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പലതും എഫക്റ്റീവ് അല്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ തന്നെ അവിടെയുള്ള ആളുകൾക്ക് പിന്നെയും തുടരാൻ അനുമതി കൊടുത്തിട്ടല്ല, ചെറുപ്പക്കാരൻ്റെ തൊഴിൽ കിട്ടാതാക്കുമെന്ന് ഉറപ്പുവരുത്തിയിട്ടല്ല നിങ്ങൾ ഈ അവസ്ഥയെ മറികടക്കേണ്ടിയിരുന്നത്. സർക്കാരിൻ്റെ ധൂർത്തും അനാവശ്യമായ വിദേശ സഞ്ചാരവും കറക്കവും കുടുംബങ്ങളെ കൂട്ടിയുള്ള യാത്രയും ഒക്കെയാണ് ആദ്യം ഒഴിവാക്കേണ്ടിയിരുന്നത്. അല്ലാണ്ട് കേരളത്തിലെ ചെറുപ്പക്കാരൻ്റെ ജോലിയുടെ ചെലവിലല്ല നിങ്ങൾ ഇത്തരം തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടേണ്ടത്. കാവശ്ശേരി PCLP സ്കൂളിൽ ലഹരി വിരുദ്ധ റാലിക്കിടെ 5 പേർക്ക് പൊള്ളലേറ്റു. 2 അധ്യാപകർ, 2 വിദ്യാർത്ഥിനികൾ, രക്ഷിതാവ് എന്നിവർക്കാണ് പൊള്ളലേറ്റത്. പ്രധാന അധ്യാപിക ജെസിമോൾ മാത്യു, അധ്യാപികമാരായ ഷാജിദ, 3ാം ക്ലാസ് വിദ്യാർത്ഥിനി അർച്ചന, 2ാം ക്ലാസ് വിദ്യാർത്ഥിനി അർച്ചന, രക്ഷിതാവ് ദേവു എന്നിവർക്കാണ് പൊള്ളലേറ്റത്. ജെസിമോൾ മാത്യു, അർച്ചന എന്നിവരുടെ പരിക്കുകൾ ഗുരുതരമാണ്. പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ലഹരി വസ്തുക്കൾ പ്രതീകാത്മകമായി കത്തിക്കുന്നതിനിടയിലാണ് 5 പേർക്കും പൊള്ളലേറ്റത്. ഇടതു സർക്കാരിന്റെ കർഷക സ്നേഹം കുമിളകൾ മാത്രമാണെന്ന മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് MA ജബ്ബാർ. സർക്കാരിന്റെ കർഷക ദ്രോഹ നടപടികൾ മറച്ചുവെക്കാൻ സർക്കാർ അനുകൂലികൾ വ്യാപക നുണപ്രചരണം നടത്തുകയാണെന്നും ജബ്ബാർ.
നെല്ല് സംഭരണം വേഗത്തിലാക്കണമെന്നും വിലക്കയറ്റം തടയണമെന്നും ആവശ്യപ്പെട്ട് സ്വതന്ത്ര കർഷക സംഘം പാലക്കാട് കലക്ടറേറ്റിന് മുമ്പിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജബ്ബാർ. നെല്ല് സംഭരണം കൃത്യമായി നടപ്പിലാവാത്തതുകൊണ്ട് കോടികളുടെ നഷ്ടമാണ് സംഭവിച്ചത്. വന്യമൃഗശല്യ പരിഹാരത്തിന് സർക്കാരിന്റെ കയ്യിലുള്ളത് വാഗ്ദാനം മാത്രമാണ്. കാർഷിക മേഖലയുടെ സംരക്ഷണത്തിനായി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. നിത്യോപയോഗ സാധനങ്ങൾക്ക് ദിനവും വില വർദ്ധിക്കുമ്പോഴും സർക്കാർ നൽകുന്നത് വാഗ്ദാനം മാത്രമാണെന്നും ജബ്ബാർ ആരോപിച്ചു. ഇന്നലത്തെ വാർത്ത 65,000 ഏക്കർ ഭൂമി നെൽകൃഷി കൊയ്തെടുക്കാൻ മെഷീനില്ലാതെ കഷ്ടപ്പെടുകയാണ്. മിഷൻ മുഴുവൻ മറ്റു പല രാജ്യങ്ങളിലേക്ക് പോയി. കാരണം പറയുന്നത് ന്യായമായ കൂലി അവർക്ക് യന്ത്രത്തിന് കിട്ടുന്നില്ല. അതിന് പുറമെയാണ് മൃഗങ്ങളുടെ ശല്യം. ഞങ്ങളുടെ പ്രദേശങ്ങളിൽ നെല്ല് വളഞ്ഞു കിടക്കുകയാണ്. ആ വളഞ്ഞു കിടക്കുന്ന നെല്ലില് കളിക്കുന്നത് പന്നികളുടെ ശല്യം രൂക്ഷമാണ്. അതുപോലെ തന്നെ പക്ഷികളുടെ ശല്യം മയിൽ വ്യാപകമായി ഞങ്ങളുടെ പ്രദേശങ്ങളൊക്കെ മയിൽ വ്യാപകമായി നെല്ല് നശിപ്പിക്കുകയാണ്. അങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും കർഷകരെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. പ്രസിഡന്റ് KTA ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. PK അബ്ദുള്ളക്കുട്ടി, K സൈദലവി, PA ഗഫൂർ എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ് പാലക്കാട്. KCB 2021 മാധ്യമ പുരസ്കാരം വിതരണം ചെയ്തു. വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. മാധ്യമ മേഖലയിലെ മികച്ച ഫോട്ടോഗ്രാഫർ, മികച്ച വാർത്താലേഖനം, മികച്ച റിപ്പോർട്ടർ എന്നിവർക്കുള്ള പുരസ്കാരമാണ് വിതരണം ചെയ്തത്. KSEB പ്രഥമ മാധ്യമ പുരസ്കാര വിതരണവും സ്റ്റാൻഡപ്പ് കോമഡി മത്സര വിജയികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും ലഹരി വിരുദ്ധ പ്രചാരണ പോസ്റ്റർ പ്രകാശനവുമാണ് സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി K കൃഷ്ണൻകുട്ടി നിർവഹിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പുറം ലോകത്തെ അറിയിക്കാൻ കഴിയുന്നതായിരിക്കണം ഓരോ വാർത്തകളെന്ന് K കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഇന്ത്യയിൽ ഒരു പക്ഷേ ഗൾഫിനെ പോലെ പെട്രോളിന് പോലെ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് വൈദ്യുതി. പക്ഷെ നമ്മളെല്ലാവരും കൂടി തന്നെ അത് ഇല്ലാതാക്കി. 3000 TMC വെള്ളം നമുക്കുണ്ട് കേരളത്തിൽ. ഇറിഗേഷനും ഇലക്ട്രിസിറ്റിയും കൂടി എത്ര ഉപയോഗിക്കുന്നത് അറിയോ? 300 TMC. ഇടുക്കി ജനറേറ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റിന്റെ ചെലവ് എത്ര അറിയോ? 52 പൈസ. അല്ലേ? 52 പൈസ. നിങ്ങൾക്ക് വൈകുന്നേരം ഇലക്ട്രിസിറ്റി വാങ്ങിയത് എത്രയ്ക്കാണ്? 15 തൊട്ട് 20 വരെ വാങ്ങിച്ചിട്ടുണ്ട്. ഇല്ലേ? അപ്പൊ ബാക്കി ഇത്രയും വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? 70% ഇലക്ട്രിസിറ്റി നമ്മൾ പുറത്തുനിന്ന് വാങ്ങും. ഒക്കെ നമുക്ക് ഹൈഡ്രൽ പ്രോജക്റ്റ് ഇവിടെ വന്നിരുന്നുവെങ്കിൽ 52 പൈസയ്ക്ക് കിട്ടിയിരുന്ന ഇലക്ട്രിസിറ്റി നമ്മൾ 35 കൊല്ലമായി ജലവൈദ്യുതി പദ്ധതിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആധുനിക കൃഷിരീതിക്ക് വൈദ്യുതി വലിയ തോതിൽ സ്വാധീനം ചെലുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ശിലാഫലകവും മൊമെന്റോയും ക്യാഷ് അവാർഡുമാണ് പുരസ്കാരം. ചടങ്ങിൽ പ്രസ് ക്ലബ് സെക്രട്ടറി മധുസൂദനൻ കർത്ത, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പ്രിയ, മറ്റ് KSEB ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. UTV ന്യൂസ് പാലക്കാട്. ആലത്തൂർ ASMHSS ജൂനിയർ റെഡ് ക്രോസിന്റെ ആഭിമുഖ്യത്തിൽ വേറിട്ടൊരു ലഹരി വിരുദ്ധ പരിപാടി. 250 അടി നീളമുള്ള ക്യാൻവാസിൽ ലഹരി വിരുദ്ധ രചനകൾ നടത്തിയാണ് ശ്രദ്ധയാകർഷിച്ചത്. രചനകൾക്ക് യുവചിത്രകാരനും കഥകളി സ്കൂൾ സെക്രട്ടറിയുമായ സുമേഷ് നേതൃത്വം നൽകി. ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു, ജനപ്രതിനിധികൾ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ലയൺസ്, റോട്ടറി, ഭാവന ക്ലബ് ഭാരവാഹികൾ, PTA ഭാരവാഹികൾ, മുൻ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരുടെ സാന്നിധ്യം കൊണ്ടും ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ശ്രദ്ധിക്കപ്പെട്ടു. KD പ്രസേൻ MLA ഉദ്ഘാടനം ചെയ്തു. കൂട്ട കൊലപാതകങ്ങൾ ക്യാമ്പസുകൾക്കകത്ത് നമ്മൾ പലപ്പോഴും കണ്ടപ്പോൾ അത് അത്തരം രാജ്യങ്ങളിൽ മാത്രമേ വരൂ എന്നാണ് നമ്മൾ ധരിച്ചത്. എന്നാൽ പുതിയ തലമുറ ആയുധമെടുത്ത് സ്വന്തം അച്ഛനമ്മമാരെ പോലും അരിഞ്ഞുപെടുത്തുന്ന നിലയിലേക്ക്, ഒരു ഭ്രാന്താവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തിലെ എല്ലാ തലമുറയിൽപ്പെട്ടവരെയും എത്തിക്കാനുള്ള മാരകമായ വിഷമാണ് ഈ മയക്കുമരുന്ന്, ലഹരി എന്ന് പറയുന്നത്. അതുകൊണ്ട് ലഹരിക്കെതിരായ നമ്മുടെ യുദ്ധപ്രഖ്യാപനം എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമാകും. നമ്മുടെ ജീവനും കുടുംബാംഗങ്ങളുടെ ജീവനും നമ്മുടെ അയൽക്കാരുടെ ജീവനും ഈ നാട്ടിലെ എല്ലാ മനുഷ്യരുടെയും ജീവനം നിലനിർത്താൻ വേണ്ടിയുള്ള ഏറ്റവും ഉദാത്തമായ ഒരു ക്യാമ്പയിൻ എന്ന നിലയ്ക്കാണ്
കേരളത്തിലെ കക്ഷിരാഷ്ട്രീയത്തിനതീതമായ സമൂഹം ഇന്ന് ക്യാമ്പയിൻ ഏറ്റെടുത്തുള്ളത്. അതുകൊണ്ട് ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ തങ്ങൾക്ക് പറയാനുള്ളതല്ല, പറയാൻ പറ്റുന്ന ഭാഷകളിൽ, പറയാൻ പറ്റുന്ന വഴികളിലൂടെ നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്ന ആഹ്വാനമാണ് ഇന്ന് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. PTA പ്രസിഡന്റ് ഭവദാസൻ അധ്യക്ഷനായി. UTV ന്യൂസ്, പാലക്കാട്. 2 വർഷത്തെ ക്ഷാമബത്ത കുടിശ്ശിക ഉടൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി പ്രതീകാത്മക പിച്ചച്ചട്ടി സമരം നടത്തി കേരള NGO അസോസിയേഷൻ. കൊല്ലങ്കോട് ബ്രാഞ്ച് കമ്മിറ്റിയാണ് വേറിട്ടൊരു പ്രതിഷേധവുമായി സബ് ട്രഷറിക്ക് മുന്നിലെത്തിയത്. തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ പുലർത്തി മുന്നോട്ടു പോകുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ അവകാശ സമരങ്ങൾ ഉയർത്തേണ്ട കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് കേരള NGO അസോസിയേഷൻ ആരോപിച്ചു. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കഴിഞ്ഞ 2 വർഷമായി കുടിശ്ശികയാണ്. 2021 ജനുവരി മുതലുള്ള ക്ഷാമബത്ത 11% തടഞ്ഞുവച്ചിരിക്കുകയാണ്. സർക്കാർ ജീവനക്കാരോട് എതിർ താൽപര്യമുള്ള ഭരണാധികാരികളിൽ നിന്ന് നിലയും പദവിയും മറന്ന പ്രസ്താവനകളാണ് ഉയരുന്നത്. ലീവ് സറണ്ടർ 3ാം വർഷവും ചോദ്യചിഹ്നമായി നിർത്തിയിരിക്കുകയാണ്. മെഡിസെപ്പ് ജില്ലയിൽ ലഭ്യമല്ലാത്ത സ്ഥിതിയാണ്. NPS ജീവനക്കാരന് DCRG അനുവദിക്കുക, സർക്കാർ വിഹിതം 14% ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഭരണാധികാരികൾ നടപ്പിലാക്കുന്നില്ലെന്നും സംഘടന ആരോപിച്ചു. പ്രതീകാത്മക പിച്ചച്ചട്ടി സമരത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് AM ജാഫർ ഖാൻ നിർവഹിച്ചു. ഇന്ന് ഇവിടെ ഇരുന്ന് സമരം ചെയ്യുന്ന ഈ കൊല്ലങ്കോട് ബ്രാഞ്ചിലെ ഏകദേശം 10ഓളം പഞ്ചായത്തിലെ വിരലിലുണ്ടാവുന്ന പ്രവർത്തകരുടെ മാത്രം വിഷയമാണോ? ഇവിടെ ഈ ട്രഷറിക്കകത്തിരുന്ന് ബില്ലുകൾ പാസ്സാക്കുകയും ഈ ട്രഷറിയുടെ കീഴിലുള്ള മുഴുവൻ ജീവനക്കാർക്കും ശമ്പളം കൊടുക്കുന്ന, പെൻഷൻ കൊടുക്കുന്ന ഈ ട്രഷറിയിലെ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇന്നിവിടെ വന്ന് പെൻഷൻ വാങ്ങിപ്പോയി കരിദിനം ആചരിച്ചു പോയവർ, കേരളത്തിൽ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള സർക്കാർ ജീവനക്കാർക്ക് മുഴുവനും ലഭ്യമാക്കാനുള്ള DA കുടിശ്ശികയായിട്ട് കൊല്ലം 2 കഴിഞ്ഞു. മിണ്ടാട്ടമില്ല. മിണ്ടേണ്ടവർ മിണ്ടുന്നില്ല. അവർ കലോത്സവം നടത്തുന്നു, അവർ നാടക മത്സരം നടത്തുന്നു, അവർ ദേശാഭിമാനിയുടെ പിരിവ് നടത്തുന്നു. അതിനുമപ്പുറത്തേക്ക് DA എന്നൊരു വാക്കുച്ചരിക്കുവാൻ അവർക്കാകുന്നില്ല. ബ്രാഞ്ച് പ്രസിഡന്റ് പ്രജിത് നാഥ് അധ്യക്ഷനായി. KG ഫിറോസ്, K മണികണ്ഠൻ, ഗുരുദാസ്, K ശിവദാസൻ, AV സതീഷ് എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്. യൂത്ത് കോൺഗ്രസ് ആലത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ വണ്ടാഴിയിൽ തെരുവ് വിചാരണ സംഘടിപ്പിച്ചു. അഴിമതിയും അപമാനവും മുഖമുദ്രയാക്കിയ ജനദ്രോഹങ്ങൾ തിരുത്തുക, കടം കയറി മുടിക്കുന്ന ധനകാര്യ വകുപ്പിന്റെ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ചാണ് തെരുവ് വിചാരണ നടത്തിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റി ഉദ്ഘാടനം ചെയ്തു. BJPയും RSSും കോൺഗ്രസിനെ രാജ്യസ്നേഹം പഠിപ്പിക്കേണ്ട കാര്യമില്ലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ റിജിൽ മാക്കുറ്റി പറഞ്ഞു. രാജ്യസ്നേഹത്തിന്റെ പുതിയ കഥകൾ കോൺഗ്രസുകാരെ പഠിപ്പിക്കാൻ വരുന്ന BJPയുടെയും സംഘപരിവാറിന്റെയും ആളുകളോട് ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ പറയേണ്ടതായിട്ടുള്ളൂ. രാജ്യസ്നേഹം പഠിക്കാൻ BJPക്കാരന്റെയോ RSSകാരന്റെയോ ചെലവിൽ കോൺഗ്രസുകാർക്ക് പഠിക്കേണ്ടതായിട്ടില്ല. ഈ രാജ്യത്തിന് വേണ്ടി പോരാട്ടത്തിൽ പിടഞ്ഞു വീണ് മരിച്ച ആയിരങ്ങളുടെ രക്തസാക്ഷികളുടെ പട്ടിക എടുത്ത് പരിശോധിക്കുമ്പോ ആ പട്ടികയിൽ എവിടെയെങ്കിലും BJPക്കാരനെയോ RSSകാരനെയോ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ സാധിക്കില്ല എന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിന്റെ മുമ്പിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നു പോകുന്നത്. ഈ രാജ്യത്ത് നമുക്കറിയാൻ സാധിക്കും, ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട്. പക്ഷെ ഒരു രാജ്യത്തിന് ജന്മം കൊടുത്ത നേതാവിന്റെ പേര് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ പരിശോധിക്കപ്പെടുമ്പോ ആ രാഷ്ട്രത്തലവന്മാരുടെ പേരിൽ അടയാളപ്പെടുത്താൻ സാധിക്കുന്ന ഏക പേര് അത് ഇന്ദിരാഗാന്ധികളാണെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ നമുക്ക് സാധിക്കും. നിയോജക മണ്ഡലം പ്രസിഡന്റ് N വിഷ്ണു അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KM ഫെബിൻ, പ്രദീപ് നെന്മാറ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ, പ്രമോദ് തണ്ടലോട് എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്. നെന്മാറ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള പിറവി ആഘോഷം വൈവിധ്യമാർന്ന പരിപാടികൾ കൊണ്ട് വേറിട്ടു നിന്നു. സ്കൂളിലെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ സമാപനവും അനുബന്ധ പരിപാടിയായി നടത്തി. മെഗാ തിരുവാതിരയുമായി 250 വിദ്യാർത്ഥിനികൾ സ്കൂൾ ഗ്രൗണ്ടിൽ അണിനിരുന്നത് കേരളപ്പിറവി ദിനാഘോഷത്തിന് മാറ്റുകൂട്ടി. കഴിഞ്ഞ വർഷങ്ങളിൽ കോവിഡ് കവർന്ന ആഘോഷങ്ങളാണ് ഇക്കുറി വിദ്യാലയത്തിൽ ഏറെ വിപുലമായി നടന്നത്. വിദ്യാർത്ഥികൾ കൗതുകത്തോടെയും ഉത്സാഹത്തോടെയും മെഗാ തിരുവാതിരയുടെ ഭാഗമായി.
മലയാളത്തനിമ വിളിച്ചോതുന്ന ഈ കലാരൂപം സ്കൂളിലെ കേരളപ്പിറവി ആഘോഷത്തിന്റെ ആകർഷകമായ ഘടകമാക്കുന്നതിന് നേതൃത്വം നൽകിയത് അധ്യാപകരായ സോജ, വനജ എന്നിവരാണ്. സ്കൂളിൽ നടത്തിവന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ സമാപനവും ഇതോടനുബന്ധിച്ചു നടന്നു. VHSC വിമുക്തി ക്ലബ്ബ് അവതരിപ്പിച്ച അരുത് ലഹരി എന്ന നാടകം ലഹരിക്കെതിരായ സന്ദേശം കാണികളിലേക്കെത്തിച്ചു. ഞാൻ തോൽപ്പിച്ചു. എന്നെ ഭയപ്പെടുത്തിയില്ല പൂർണ്ണമായി. നീ എന്തിനെ തോൽപ്പിച്ചു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. എന്തായാലും നീ ജയിച്ചു. ദോഷം. വാർഡ് മെമ്പർ ശ്രീജ മുരളീധരൻ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് R. മുരളീധരൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് K. ബാലചന്ദ്രൻ, SMC ചെയർമാൻ KV സതീശൻ, PTA എക്സിക്യൂട്ടീവ് അംഗം CB രവീന്ദ്രൻ, VHSC പ്രിൻസിപ്പൽ M. ഷഹർബാനു, SRG കൺവീനർ സുജാത എന്നിവർ പ്രസംഗിച്ചു. എക്സൈസ് ഉദ്യോഗസ്ഥ ഭുവനേശ്വരി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലഹരിവിരുദ്ധ പ്രഭാഷണവും നടത്തി. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഉഷാകുമാരി സ്വാഗതം പറഞ്ഞു. പ്രധാനാധ്യാപിക PR ഷീല പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു. എല്ലാ വിഭാഗം കുട്ടികളും UP 5ാം ക്ലാസ് കുട്ടികൾ മുതൽ +2 കുട്ടികൾ വരെയുള്ള VHSC വിഭാഗം അടക്കമുള്ള കുട്ടികളും ടീച്ചേഴ്സും കൂടാതെ നമ്മുടെ ഓഫീസ് സ്റ്റാഫ് അടക്കമുള്ളവർ പങ്കെടുക്കുന്ന മെഗാ തിരുവാതിരയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഒരുപാട് ടീച്ചേഴ്സിന് കഠിനമായിട്ടുള്ളൊരു പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ നടത്താൻ സാധിക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. അതേപോലെ തന്നെയാണ് നമുക്കറിയാം സർക്കാരിൻ്റെ ഒന്നാം ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ക്യാമ്പയിൻ്റെ 1ാം ഘട്ടത്തിൻ്റെ സമാപനം. ഇത് ഒരു അവസാനമല്ല എങ്കിൽ കൂടി ഈ ഒരു ക്യാമ്പയിൻ്റെ ഔദ്യോഗികമായിട്ടുള്ളൊരു സമാപന സമ്മേളനം കൂടിയായിട്ടാണ് ഇവിടെ നടത്തുന്നത്. പ്രവർത്തനങ്ങൾ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ വളരെ നല്ല രീതിയിൽ നമ്മുടെ കുട്ടികൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:30 തൊട്ടുള്ള ലഞ്ച് ബ്രേക്കിൽ എല്ലാ ക്ലാസ്സും 5ാം ക്ലാസ് മുതൽ നമ്മൾ കൃത്യമായിട്ട് കുട്ടികൾക്ക് നിർദ്ദേശം ടൈം ടേബിൾ പോലെ നൽകിയിരുന്നു. ഒരു നല്ല രീതിയിൽ ആ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു മാറ്റം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവുമെന്നുള്ള പരിപൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.
ഗൃഹനാഥൻ കുഴഞ്ഞു വീണു മരിച്ചു. കൊഴിഞ്ഞാമ്പാറ പഴനിയാർപാളയം കള്ളരാൻ പാളയത്തെ പിച്ചമുത്തുവിന്റെ മകൻ 52-കാരൻ ഗജേന്ദ്രനാണ് മരിച്ചത്. ഞായറാഴ്ച വൈകുന്നേരം 6 മണിയോടെ പഴനിയാർപാളയത്തെ വാടക വീട്ടിലാണ് ഗജേന്ദ്രനെ കുഴഞ്ഞുവീണ നിലയിൽ കണ്ടത്. ഉടൻ തന്നെ മക്കളും നാട്ടുകാരും ചേർന്ന് നാട്ടുകല്ലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു. പാലക്കാട് ജില്ലാശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി സംസ്കരിച്ചു. ശരീരത്തിലെ ക്ഷതമാണ് മരണകാരണമെന്നാണ് സൂചന. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി കൊഴിഞ്ഞാമ്പാറ പോലീസ് പറഞ്ഞു. മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റിലും പോസ്റ്റ്മോർട്ടത്തിലും തോന്നിയ സംശയത്തിൽ മക്കളെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തു വരുന്നതായും പോലീസ് പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആലത്തൂർ ബ്ലോക്ക് മാതൃഭാഷാ ദിനാചരണം സംഘടിപ്പിച്ചു. ബ്ലോക്ക് കലാമേളയും നടത്തി. വടക്കഞ്ചേരി വ്യാപാര ഭവനിൽ നടന്ന മാതൃഭാഷാ ദിനാചരണവും ബ്ലോക്ക് കലാമേളയും KSSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി M. വേലപ്പൻ ഉദ്ഘാടനം ചെയ്തു. ആലത്തൂർ ബ്ലോക്കിൽ കലാകാരന്മാർ പെൻഷനായന്മാരായിട്ടുള്ള കലാകാരന്മാരെ ഒരു കലാമേള ഇത് കഴിയുന്ന മുറയ്ക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അല്ല, ഈ രാജേഷ് മേനോന്റെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഘട്ടഘട്ടമായി അത് നടത്തും എന്നുള്ള യാതൊരു സംശയവുമല്ല. അത് കഴിയുന്നവരെ എല്ലാവരും വളരെ അക്ഷരക്കത്തോടുകൂടി ഇരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഈ 5-ാം തീയതി നടക്കുന്ന വനിതാ കൺവെൻഷനിൽ 10-ാം തീയതി നടക്കുന്ന വനിതാ മാർച്ചിൽ എല്ലാ യൂണിറ്റുകളും പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് അത് നിർബന്ധമായി അതിനോട് സഹകരിക്കുമെന്നുള്ള വിശ്വാസത്തിലേക്ക് എല്ലാവരും അതിനോട് സഹകരിക്കുക. ബ്ലോക്ക് പ്രസിഡന്റ് BV മുരുകൻകുട്ടി അധ്യക്ഷനായി. കഥാകൃത്ത് രാജേഷ് മേനോൻ വിഷയാവതരണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PK ഹരിദാസ്, E. രമണി, സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ MB അപ്പുണ്ണി നായർ, MK അന്നം എന്നിവർ പ്രസംഗിച്ചു. സാംസ്കാരിക സമിതി കൺവീനർ മകീരം ചന്ദ്രൻ കലാപരിപാടികൾ നിയന്ത്രിച്ചു. ബ്ലോക്ക് സെക്രട്ടറി S. മുഹമ്മദ് ഹസൻ സ്വാഗതവും ട്രഷറർ K. രാജഗോപാൽ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്. കേരളത്തിൽ അന്ധവിശ്വാസത്തിനും അരുംകൊലയ്ക്കും ഊർജം പകരുന്നത് ഭരണപരാജയത്തിന്റെ തെളിവാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി KP സുധീർ. ന്യൂനപക്ഷമായ മുസ്ലിം ലീഗിന്റെ വർഗീയ താൽപര്യങ്ങളാണ് CPM-ഉം കോൺഗ്രസും സംരക്ഷിക്കുന്നതെന്നും KP സുധീർ പറഞ്ഞു. കേരളത്തെ ലഹരി ഭീകരവാദ മുക്തമാക്കുക എന്ന മുദ്രാവാക്യവുമായി BJP പാലക്കാട് നടത്തിയ പൊതുസദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുധീർ. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ ഇല്ലാതാക്കുന്ന രാഷ്ട്രീയ ഭരണമാണ് കേരളത്തിലേത്. ശിലായുഗത്തെ പോലും നാണിപ്പിക്കുന്ന സംഭവവികാസങ്ങളാണ് കേരളത്തിൽ അനുദിനം സംഭവിക്കുന്നത്. തുച്ഛമായ വോട്ട് കിട്ടുന്നതിനായി ന്യൂനപക്ഷ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളാണ് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ സ്വീകരിക്കുന്നത്. അന്ധവിശ്വാസവും അനാചാരവും ഭീകരതയും കേരളീയ സമൂഹത്തെ കാർന്നു തിന്നുകയാണ്. പ്രതികരിച്ചുകൊണ്ടിരുന്ന പുരോഗമന നവോത്ഥാന നായകരെയെല്ലാം മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. കേരളീയ സംസ്കാരവും പൈതൃകവും വീണ്ടെടുക്കേണ്ടതുണ്ട്. ഇതിന് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ കഴിയൂ എന്നും സുധീർ പറഞ്ഞു. നവോത്ഥാന മൂല്യങ്ങളെല്ലാം അട്ടിമറിക്കപ്പെടുകയാണ്. മനുഷ്യനായി കാണാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവിടെ നിന്നുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ ഇവിടെ ഭ്രാന്താലയം എന്ന് പറഞ്ഞത്. അവിടെ നിന്നുകൊണ്ടാണ് സംസ്കാര സമ്പന്നമായ ഒരു നാടിനെ നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ പടുത്തുയർത്തിയത്. പക്ഷെ ഇന്ന് തിരിച്ച് വീണ്ടും നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് നരബലിയുടെയും മനുഷ്യനെ വെട്ടി മനുഷ്യൻ കഴിക്കുന്ന നാടായി ഈ കേരളത്തെ മാറ്റുന്നു. ശിലായുഗത്തിൽ പോലും കേട്ടുകഴിവില്ലാത്ത രീതി ഈ നാടിനെ ഭരിക്കാൻ നിയോഗിക്കപ്പെട്ടവർ അവരുടെ പിന്തുണയോടുകൂടി ഇവിടെ ഏറ്റവും വലിയ അന്ധവിശ്വാസവും ഏറ്റവും വലിയ അനാചാരങ്ങളും ഇന്ന് നടമാടുന്ന കാഴ്ചയാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളപ്പിറവി ദിനത്തിൽ കേരളത്തോട് നമ്മൾ പറയുന്നത് കേരളം രൂപപ്പെട്ടതിന്റെ അടിസ്ഥാനം മലയാള ഭാഷയാണ്. മലയാള ഭാഷ സംസാരിക്കുന്ന ആളുകൾ അവരാണ് കേരളീയർ, അവരാണ് ഈ നാടിന്റെ ജനങ്ങൾ എന്ന് പറയുന്നത്. BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി P. വേണുഗോപാൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഓമനക്കുട്ടൻ, മേഖലാ സെക്രട്ടറി V. നടേശൻ, നഗരസഭാ ചെയർപേഴ്സൺ പ്രിയ അജിയൻ എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്. വാർത്തയിലേക്ക്. പോലീസിന്റെ പരാക്രമം പട്ടാളക്കാരോട് വേണ്ടെന്ന് എക്സ് സർവീസ് ലീഗ്. കേരളത്തിന്റെ പേരിനും പെരുമയ്ക്കും അഭിമാനത്തിനും തുരങ്കം വയ്ക്കുന്ന സർക്കാരാണ് കേരളത്തിലേതെന്നും എക്സ് സർവീസ് ലീഗ്.
പട്ടാളക്കാരെയും വിമുക്ത ഭടന്മാരെയും ആക്രമിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് എക്സ് സർവീസ് ലീഗ് നടത്തിയ പാലക്കാട് കലക്ട്രേറ്റ് മാർച്ച് രക്ഷാധികാരി റിട്ടയർഡ് ബ്രിഗേഡിയർ നാരായണമേനോൻ ഉദ്ഘാടനം ചെയ്തു. ഭരണാധികാരികളുടെ കഴിവുകേടാണ് രാജ്യം സംരക്ഷിക്കുന്ന പട്ടാളക്കാർക്ക് പോലും സുരക്ഷയില്ലാത്ത നാടായി കേരളം മാറാനിടയായതെന്ന് അദ്ദേഹം പറഞ്ഞു. നിയമ നീതിബോധമില്ലാത്ത പോലീസുകാരെങ്ങനെ നാടിനെ സംരക്ഷിക്കുമെന്ന് പറയേണ്ടത് കേരള സർക്കാരാണ്. കൊല്ലത്തും കോഴിക്കോടും പട്ടാളക്കാരെ ആക്രമിച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ല എന്നു മാത്രമല്ല, പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. നിയമ നടപടിയുടെ ഒരംശം പോലും പാലിക്കാതെയാണ് കൊല്ലത്ത് പട്ടാളക്കാരനെ മർദ്ദിച്ച് അവശനാക്കിയത്. പട്ടാളക്കാരുടെ മെയ്ക്കരുത്തും മനക്കരുത്തും പരീക്ഷിക്കാൻ കേരള പോലീസ് മെനക്കെടേണ്ടെന്നും ബ്രിഗേഡിയർ നാരായണമേനോൻ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് എം ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി കൃഷ്ണകുമാർ, ജില്ലാ ട്രഷറർ എ ശിവശങ്കരൻ, വി വേലിക്കുട്ടി, കെ അജയകുമാർ, പി ഇന്ദിരാദേവി, കെ വി സാവിത്രി, രാമചന്ദ്രൻ നായർ എന്നിവർ സംസാരിച്ചു. താരേക്കാട് നിന്നും കലക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ 2000-ലധികം വിമുക്ത ഭടന്മാർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നെന്മാറ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ നേതാക്കൾക്ക് സ്വീകരണം നൽകി. സമിതി ജില്ലാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ബാബു കോട്ടയിലിനും മറ്റ് ഭാരവാഹികൾക്കുമാണ് KVVS നെന്മാറ നിയോജക മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകിയത്. വല്ലങ്ങി തണ്ണിയപ്പൻകുളം പരിസരത്ത് നിന്ന് സ്വീകരണ ജാഥ ആരംഭിച്ചു. നെന്മാറ ജംഗ്ഷനിൽ ജാഥ സമാപിച്ചു. ശേഷം ടിനി കൺവെൻഷൻ ഹാളിൽ നടന്ന സ്വീകരണ സമ്മേളനം ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലയിൽ ഏറ്റവും ശക്തമായ രീതിയിൽ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ഒരു തീരുമാനത്തിൽ നിന്നുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളെ ഒക്കെ മാറ്റി നിർത്തി യോജിപ്പിന്റെ തലങ്ങളെ കണ്ടെത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള ഒരു ജില്ലാ കമ്മിറ്റി 25-ന് സെപ്റ്റംബർ മാസം അധികാരമേറ്റു. ആ ജില്ലാ കമ്മിറ്റിക്ക് നിങ്ങൾ നൽകുന്ന ഈ സ്വീകരണം, നിങ്ങൾ നൽകിയിട്ടുള്ള ഊഷ്മളമായ ഈ സ്വീകരണത്തിന് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ആദ്യമേ ഞാൻ നന്ദി പറയുകയാണ്. നമ്മുടെ ജില്ലയിലെയും ഈ നിയോജക മണ്ഡലത്തിലെയും കച്ചവടക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഏറ്റവും മികച്ച സംഘടനാ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി നിന്ന് പടപൊരുതുകയും പോരടിക്കുകയും ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തതിന്റെ വിജയമാണ് ഈ സമ്മേളനം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹരിപ്രസാദ് അധ്യക്ഷനായി. മുതിർന്ന നേതാവ് ഗഫൂർ ജില്ലാ ഭാരവാഹികൾക്ക് ആദരവ് നൽകി. ജില്ലാ ട്രഷറർ KK ഹരിദാസ്, വൈസ് പ്രസിഡന്റുമാരായ CV ജെയിംസ്, ജില്ലാ സെക്രട്ടറിമാരായ ഷെയ്ഖ് ചിനാവ, P ബാലമുരളി, ഉല്ലാസ് കൊടുവായൂർ, നെന്മാറ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ, വല്ലങ്ങി യൂണിറ്റ് ജനറൽ സെക്രട്ടറി V സുകുമാരൻ എന്നിവർ പ്രസംഗിച്ചു. നിയോജക മണ്ഡലം സെക്രട്ടറി ഏലിയാസ് തോമസ് സ്വാഗതവും ട്രഷറർ P രതീഷ് നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്. കേരളപ്പിറവി ദിനത്തിൽ KSSPU നെന്മാറ ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ മാതൃഭാഷാ ദിനം ആചരിച്ചു. പെൻഷൻ ഭവനിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം M ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. ക്വിസ് മത്സര വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. ഈ മാതൃഭാഷാ ദിനം ആചരിക്കുമ്പോൾ നമ്മുടെ തുഞ്ചനും കുഞ്ചനും എല്ലാം പിറന്ന ഈ മണ്ണിലും ആധുനിക കവിത്രയങ്ങളായ ആശാൻ ഉള്ളൂർ വള്ളത്തോൾ തുടങ്ങിയവർ നമ്മുടെ മുമ്പേ നടന്നുപോയവരും ഇന്ന് നമ്മോടൊപ്പം നടന്നുകൊണ്ടിരിക്കുന്നവരും നമ്മുടെ സഹപ്രവർത്തകരും എല്ലാവരും കൂടി ചേർന്ന ഒരു കേരളത്തിനെയാണ് നമ്മൾ വിഭാവനം കാണുന്നത്. പല ഭാഷാ സംസ്കാരങ്ങൾ കൂടി ചേർന്നിരുന്ന സാമ്പത്തികമായും രാഷ്ട്രീയമായും വൈവിധ്യമാർന്ന ഒരു സ്റ്റേറ്റ് ആയി പല സ്റ്റേറ്റുകൾ, തിരുവിതാംകൂർ, കൊച്ചി, മലബാർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ കൂട്ടിച്ചേർത്താണ് നമ്മുടെ ഈ കൊച്ചു കേരളം രൂപീകൃതമായത്. യൂണിയൻ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് T കുഞ്ചു അധ്യക്ഷനായി. മാതൃഭാഷയുടെ സാധ്യതകൾ എന്ന വിഷയത്തിൽ നിരൂപകൻ ഡോക്ടർ PR ജയശീലൻ മുഖ്യപ്രഭാഷണം നടത്തി. PN നാരായണൻകുട്ടി, പ്രൊഫസർ K കേശവൻ നായർ,
PG നാരായണൻ നായർ, P. വെള്ള, VK ഭാമ, VG സാവിത്രി, K. മുരളീധരൻ, K. സുകുമാരൻ, R. രാധാകൃഷ്ണൻ, K. സുകുമാരൻ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്. പല്ലശ്ശന ഗ്രാമപഞ്ചായത്തിൽ കേരളപ്പിറവി ദിനം ആചരിച്ചു. ചിറാക്കോട് വെച്ചാണ് ദിനാഘോഷം സംഘടിപ്പിച്ചത്. ലഹരിവിരുദ്ധ മനുഷ്യച്ചങ്ങലയും ആഘോഷത്തിന്റെ ഭാഗമായി. K. ബാബു MLA ഉദ്ഘാടനം ചെയ്തു. അതുപോലെ MDM തുടങ്ങിയ അതിഭീകരമായ വിഷം ചെലുത്തുന്ന അവസ്ഥയിലേക്കാണ് വരുന്നത്. കഴിക്കാതെ ആദ്യഘട്ടത്തിൽ നല്ല സുഖമാണ്. പണ്ട് ബാലചന്ദ്രൻ ജോലിക്കാരുടെ കവിതയിൽ പറഞ്ഞിട്ടുണ്ട്, പാടിയിട്ടുണ്ട്, വീടിക്കറയാൻ കലിന്റെ ഹൃദയത്തിൽ ഊറുന്ന സ്നേഹത്തിനും കൊടും കയ്പാണ്. കേട്ടോ, ആ കൊടും കയ്പിലേക്കാണ് മനുഷ്യൻ മാറുന്നത്. ആ കൊടും കയ്പിലേക്കാണ് മനുഷ്യനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആരും അറിയാത്ത അവസ്ഥയിലേക്ക് നാവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ലഹരി വസ്തുവാണ് ഈ സമൂഹത്തെ തന്നെ മുന്നിലെത്തിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് L. സായിരാധ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C. ലീലാമണി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്. കേരളത്തിന് 66ാം പിറന്നാൾ. പ്രളയവും മഹാമാരിയുമൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലെ കേരള പിറവി ആഘോഷങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചു. ഇക്കുറി സംസ്ഥാനമൊട്ടാകെ വിപുലമായ ആഘോഷമാണ് നടന്നത്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിളിക്കപ്പെടുന്ന കേരളം ഒരു പറുദീസയാണ്. കുന്നുകളും കടൽത്തീരങ്ങളും മുതൽ കോട്ടകളും ക്ഷേത്രങ്ങളും വരെയുള്ള സാംസ്കാരിക വൈവിധ്യവും സാഹസികതയും നിറഞ്ഞ നിരവധി സ്ഥലങ്ങൾ. പ്രകൃതി കനിഞ്ഞു നൽകിയ സമ്പത്തും അഴകും അപൂർവതകളും കൊണ്ട് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളം ആ പേരിന് തികച്ചും അർഹം തന്നെ. സ്വദേശികളും വിദേശികളുമടക്കം ആയുർവേദ ചികിത്സയ്ക്കായി നമ്മുടെ കൊച്ചു സംസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുന്നവരുടെ കണക്ക് വർഷം തോറും കൂടുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന് തനതായ ആയുർവേദ പാരമ്പര്യമുണ്ട്. അത് സ്വദേശി വിദേശ മരുന്നുകളേക്കാൾ ഫലപ്രദമാണെന്ന് കാലാകാലങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. ഇന്ത്യയിൽ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ ആദ്യമെത്തുന്നത് കേരളത്തിലാണ്. മറ്റിന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജൂലൈ മാസത്തിൽ മഴ ലഭിക്കുമ്പോൾ ജൂൺ ആദ്യവാരം കേരളത്തിൽ മഴ ലഭിക്കും. കേരളമെന്നാൽ കേരങ്ങളുടെ നാട് എന്നാണ്. പഴയ പ്രതാപമില്ലായിരിക്കാം, പക്ഷേ നാളികേരം ഇന്നും കേരളത്തിന്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. കേരളത്തെ കേരളമാക്കിയതിൽ തേങ്ങയ്ക്കുള്ള പങ്ക് ചെറുതല്ല. ലോകത്തെ ഏറ്റവും വലിയ റബ്ബർ ഉൽപ്പാദക രാജ്യങ്ങളിൽ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. രാജ്യത്തെ മൊത്തം റബ്ബറിന്റെ 90% ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിൽ നിന്നു മാത്രമാണ്. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് നടത്തിയ സർവേ പ്രകാരം കേരളം ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. സാക്ഷരതയുടെ കാര്യത്തിൽ കേരളം രാജ്യത്ത് മികച്ച നിലവാരം പുലർത്തുന്നു. നദികളും തടാകങ്ങളും കായലുകളും കുളങ്ങളും നൽകുന്ന ശുദ്ധജല സമൃദ്ധിയിലും കേരളം വളരെ മുൻപിലാണ്. ഈ ജലസമൃദ്ധി ഇവിടുത്തെ കാർഷിക മേഖലയ്ക്കും വനസമ്പത്തിനും കൂടുതൽ ചൈതന്യം നൽകുന്നു. കേരളത്തെ അറിയുക എന്നാൽ ഈ വ്യത്യസ്തതകളെയും അപൂർവതകളെയും പൈതൃകത്തെയും അറിയുക എന്നാണ്. UTV ന്യൂസ്, പാലക്കാട്. മംഗലാംകുന്ന് മാതൃക ധർമ്മ രക്ഷാശ്രമത്തിന്റെ നേതൃത്വത്തിൽ അട്ടപ്പാടിയിൽ മഹാചണ്ഡലേശ്വര തിലക തീകർമ്മം നടത്തും. ഡിസംബർ 1 മുതൽ 5 വരെയാണ് യാഗം നടക്കുകയെന്ന് അടിസ്ഥാന ജനവിഭാഗം മാതൃകുലധർമ്മരക്ഷാശ്രമം മഠാധിപതി ആചാര്യൻ ആദിമാർഗി മഹാചണ്ഡാള ബാബ മലവാരിമുത്തൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ അട്ടപ്പാടി, സ്വന്തം അട്ടപ്പാടി എന്താ വെച്ചാൽ നമ്മൾ പറയുന്നത് ദരിദ്രന്മാരെ മറ്റൊക്കെ പറയുമ്പോൾ അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഉദയം ചെയ്യാണ്. അത് ഇനി അങ്ങോട്ട് പ്രയാണം ചെയ്യാനാണ് നിങ്ങളുടെ കൂടി സഹകരണവും സഹായം വേണമെന്ന് പറയുന്നത്. കാരണം ഓരോ പ്രദേശത്തെത്തുമ്പോഴും അതിനെ തന്നെയാണ് ഉയർത്തുക. ഇപ്പോൾ തമിഴ്നാട്ടിൽ എത്തുന്ന സമയത്ത് അവിടുത്തെ കൾച്ചർ വേറെ ആയിരിക്കും, കർണാടകയിൽ വേറെ ആയിരിക്കും, ആന്ധ്രയിൽ വേറെ ആയിരിക്കും, ഇനി അല്ല ഉത്തരേന്ത്യക്ക് പോകുമ്പോൾ വേറെ ആയിരിക്കും. അവിടേക്കൊക്കെ നമുക്ക് എത്തണം. അതിന് സ്വതവേ ഞങ്ങളൊക്കെ വിശ്വാസികൾ പറയും കേരളത്തിൽ ശക്തി കർമ്മഭൂമിയാണ്, ശക്തി കേന്ദ്രമാണ്. ഇവിടുന്ന് അങ്ങോട്ടൊരു പ്രഷർ പോകാനുണ്ട്. ഇപ്പൊ ഉണ്ടാവുന്നതൊക്കെ അവിടെ നിങ്ങട്ടായില്ലേ, അവിടുന്ന് ഒരു സാധനം വിടും. അത് നമ്മളെല്ലാവരും പറയും അത് ഞങ്ങളുടെ വിശ്വാസമായിട്ട് ഇങ്ങനെ കൊണ്ടു കിടക്കുക. ഞങ്ങൾ ഇവിടുന്ന് പറയാണ് അത് ഞങ്ങളുടെ വിശ്വാസമല്ല, ഞങ്ങളുടെ വിശ്വാസം ഇവിടുന്ന് അങ്ങോട്ട് വരും. അതാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു റെവല്യൂഷൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ആചാരവിശ്വാസ സംരക്ഷണത്തിനും കാലോചിതമായ മാറ്റങ്ങളെ സ്വീകരിക്കുന്നതിനും വിശ്വാസത്തിന്റെ പേരിലുള്ള ചൂഷണങ്ങളിൽ നിന്ന് പുതുതലമുറയെ രക്ഷിക്കാനുമാണ് യാഗം നടത്തുന്നത്. അട്ടപ്പാടി മല്ലീശ്വര ക്ഷേത്രത്തിന് മുന്നിലാണ് യാഗപുര. കീഴാളരുടെ വിശ്വാസങ്ങൾ പ്രപഞ്ചത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. മഹാചണ്ഡാളേശ്വര ത്രിലോകത്തികർമ്മം അന്ധവിശ്വാസമോ അനാചാരമോ ബ്രാഹ്മണത്വമോ അല്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്താദ്യമായാണ് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ യാഗം നടക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ UC കുഞ്ചൻ മൂപ്പൻ, അമൃതാംബ മലവാരിപ്പാട്, രവീന്ദ്രൻ വാഴേമ്പുറം, ശശിധരൻ ചേമ്പ്രംപള്ളി എന്നിവരും പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.
അതിപുരാതനവും പരശുരാമ പ്രതിഷ്ഠിതമായ 108 ശിവാലയങ്ങളിൽ 6ാമതായ മാത്തൂർ തണ്ടലോട് മഹാശിവക്ഷേത്ര പുനരുദ്ധാരണ മഹായജ്ഞത്തിന്റെ ഭാഗമായി മരപ്പണിക്ക് തുടക്കമായി. ക്ഷേത്ര മേൽശാന്തി ഗോപിനാഥ് എമ്പ്രാന്തിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പൂജാവിധികൾക്ക് ശേഷം ക്ഷേത്ര പണിപ്പുരയുടെ ഉദ്ഘാടനം റിട്ടയർഡ് ജഡ്ജി എം.എൻ. കൃഷ്ണൻ നിർവഹിച്ചു. മാത്തൂർ തണ്ടലോട് മഹാശിവക്ഷേത്രത്തിൻ്റെ നവീകരണവും കുംഭാഭിഷേകത്തിനുമുള്ള പ്രാരംഭമെന്ന നിലയ്ക്ക് ശ്രീകോവിൽ നേരാക്കുവാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ സംഘടിതമായ ശ്രമത്തിൽ കുറേ മരങ്ങൾ ശേഖരിക്കുകയും കുറേ സംഖ്യ പിരിക്കുകയും അതിനുവേണ്ടി നമ്മളുടെ ക്ഷേത്രകലയിലും ക്ഷേത്ര നിർമ്മാണത്തിലും വളരെ പ്രഗത്ഭനായിട്ടുള്ള ശ്രീനാഥ് എന്ന നമ്മുടെ ആചാര്യനെ നമ്മളെ ഏൽപ്പിച്ച് പണി ഇന്ന് തുടങ്ങുകയാണ്. എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശിസ്സുകളും ഉണ്ടാവണം. ഇതിനു പുറമെ പൊതുജനങ്ങളുടെ പ്രസൻസും സാമ്പത്തികമായിട്ടുള്ള സഹകരണവും എപ്പോഴും ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കലശം ഈ കുംഭാഭിഷേകവും ഭംഗിയായി നടക്കുവാൻ സാക്ഷാൽ പരമശിവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. എം.എൻ. ബാലൻ, ബാലാജി സ്വാമി, രക്ഷാധികാരി ഡോക്ടർ ഗോകുൽ നാരായണൻ, സി. ദാമോദരൻ, പ്രസിഡന്റ് ബി. ചന്താമരാക്ഷൻ, സെക്രട്ടറി ബി. രമേശ്, ട്രഷറർ എം. ശശി, കോർഡിനേറ്റർ കെ. രമേഷ് കുമാർ, മുടപ്പല്ലൂർ ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി ഭാരവാഹികൾ, വിശ്വാസികൾ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്. ലൈഫ് മിഷൻ എന്ന പേരിൽ വാഗ്ദാനങ്ങളുടെ ചതിയിൽപ്പെട്ടത് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളാണെന്ന് KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ. ചിറ്റൂർ തത്തമംഗലം മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു ഉപവാസ സമരം നടത്തിയത്. 5 വർഷം കഴിഞ്ഞിട്ടും വെള്ളപ്പനയിലെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായില്ല. നഗരസഭാ പ്രദേശത്ത് വെള്ളപ്പനയിൽ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ഭവനരഹിതർക്കായി ആരംഭിച്ച കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണം നിലച്ചു. പണി പാതിവഴിയിലാക്കി കരാറുകാരൻ സ്ഥലം വിട്ടിട്ട് മാസങ്ങളായി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി UTV വാർത്ത നൽകിയിരുന്നു. നഗരസഭയുടെ സ്ഥലത്ത് വർഷങ്ങളായി കുടിൽകെട്ടിക്കഴിഞ്ഞിരുന്ന 14 കുടുംബങ്ങളെ വീട് നൽകുമെന്ന ഉറപ്പിൽ ഒഴിപ്പിച്ചായിരുന്നു പണി തുടങ്ങിയത്. 2017 അന്നത്തെ മന്ത്രി AK ബാലൻ കെട്ടിടത്തിന് തറക്കല്ലിട്ടു. ഇത്തരത്തിലൊരു വാർത്ത പുറത്തുകൊണ്ടുവന്നത് UTV ആയിരുന്നു. ഒഴിപ്പിച്ചവർക്കെല്ലാം 6 മാസങ്ങൾക്കുള്ളിൽ വീടിന്റെ താക്കോൽ കൈമാറുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയെങ്കിലും 5 വർഷം കഴിഞ്ഞിട്ടും അവർ ഭവനരഹിതരായി കഴിയുകയാണ്. 5.19 കോടി രൂപയാണ് കെട്ടിട സമുച്ചയത്തിന് ചെലവിടുന്നത്. കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് തത്തമംഗലം വെള്ളപ്പനയിൽ ഉപവാസ സമരം നടത്തിയത്. KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാർ കൊണ്ടുവന്ന വികസന പദ്ധതികളെ മുഴുവൻ അട്ടിമറിക്കാനാണ് LDF സർക്കാർ ശ്രമിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ VP സജീന്ദ്രൻ പറഞ്ഞു. ഒരു മുനിസിപ്പാലിറ്റി ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കി അതിന്റെ നടപടിക്രമങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഓരോന്നും ചെയ്തത് UDF ഭരിക്കുന്ന നഗരസഭയായിരുന്നു. സാധാരണ രീതിയിൽ നഗരസഭകളാണ് കൃത്യമായി കാര്യങ്ങൾ ചെയ്യാതെ ഇതിന് കാലതാമസം ഉണ്ടാക്കുന്നത്. പക്ഷേ ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ഡേറ്റുകൾ എടുത്തു നോക്കുമ്പോഴും അവർ അതിവേഗത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുകയാണ്. തീരുമാനമെടുത്ത ഉടൻ തന്നെ ആദ്യം ചെയ്യേണ്ടത് എസ്റ്റിമേറ്റ് എടുക്കുവാൻ വേണ്ടി മണ്ണ് പരിശോധനയാണ്, സോയിൽ ടെസ്റ്റാണ്. പെട്ടെന്ന് തന്നെ ഒരു ഏജൻസി ഏൽപ്പിച്ചു. കാരണം സോയിൽ ടെസ്റ്റ് നടത്തി അതിന്റെ റിസൾട്ട് കിട്ടിയതിനു ശേഷമേ ഇതിന്റെ എസ്റ്റിമേറ്റ് കൃത്യമായി എടുക്കുവാൻ കഴിയുള്ളൂ. ചിറ്റൂർ മണ്ഡലം പ്രസിഡന്റ് R. ബാബു അധ്യക്ഷനായി. മുൻ MLA K. അച്യുതൻ, DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ, DCC സെക്രട്ടറി KC പ്രീത്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ R. സദാനന്ദൻ, K. രാജമാണിക്യം, UDF ചെയർമാൻ P. രതീഷ്, P. ബാലചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്. വാർത്തയിലേക്ക്. ഇടുപ്പല്ലിന് ക്ഷതമേറ്റ് ചികിത്സയിൽ കഴിയുന്ന 62കാരി സുമനസ്സുകളുടെ സഹായം തേടുന്നു. തരൂർ പഴമ്പാലക്കോട് നെല്ലിക്കോട് സ്വദേശിനി ചന്ദ്രികയാണ് ചികിത്സാ സഹായം തേടുന്നത്.
6 വർഷം മുൻപുണ്ടായ ഒരു വീഴ്ചയിൽ തളർന്നുപോയതാണ് 62-കാരി ചന്ദ്രിക. ഇടുപ്പിലെ എല്ലിന് ക്ഷതമേറ്റ് ശയ്യാവലംബയായ ഇവർ ചികിത്സയിലാണ് ഈ 6 വർഷവും. 65 വയസ്സുള്ള ഭർത്താവ് സാംദാസ് സംഗീതാധ്യാപകനാണ്. മുടപ്പല്ലൂരിലെ വാടക വീട്ടിലാണ് ഇരുവരും താമസിക്കുന്നത്. വീട്ടുവാടകയും വീട്ടിലെ ചിലവും ചന്ദ്രികയുടെ ചികിത്സാ ചിലവുമൊക്കെയായി വലിയൊരു തുക തന്നെ ജീവിത ചിലവിന് കണ്ടെത്തേണ്ടതുണ്ട്. സംഗീതാധ്യാപനം നടത്തി കിട്ടുന്ന തുച്ഛമായ തുകയും ഇരുവരുടെയും പെൻഷനും കൊണ്ടുമാത്രം ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാൻ ഏറെ പ്രയാസപ്പെടുകയാണ് മക്കളില്ലാത്ത ഈ ദമ്പതികൾ. ഇടുപ്പെല്ലിന് ക്ഷതമേറ്റ് കിടപ്പിലായതിനാൽ ചന്ദ്രികയ്ക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുൾപ്പെടെ ഭർത്താവ് സാംദാസിന്റെ സഹായം വേണം. ചന്ദ്രികയെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനായി ചെയ്ത ആദ്യ ശസ്ത്രക്രിയ ഫലം കണ്ടില്ല. തുടർന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് ചികിത്സ മാറ്റി. 2 ശസ്ത്രക്രിയയിലൂടെ ചന്ദ്രികയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാമെന്ന് നിലവിൽ ചികിത്സിക്കുന്ന ഡോക്ടർ ഉറപ്പു നൽകിയിട്ടുണ്ട്. 3.5 ലക്ഷം രൂപ ചിലവ് വരുന്ന ഈ ശസ്ത്രക്രിയയ്ക്ക് പണം കണ്ടെത്താൻ കഴിയാതെ പ്രയാസത്തിലായ ഇവർ സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. ഭാര്യ ചന്ദ്രികയുടെ ചികിത്സയ്ക്ക് സന്മനസ്സുള്ളവർ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഭർത്താവ് സാംദാസ്. ഇപ്പോൾ എൻ്റെ ഭാര്യ കട്ടിലിൽ നിന്ന് വീണിട്ട് 6 വർഷമായി. ശേഷം ശസ്ത്രക്രിയയ്ക്ക് ശേഷം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഒരു ഓപ്പറേഷന് ശേഷം വീണ്ടും ഒന്നും ശരിയായിട്ടില്ല. ഇനി ഒരു റീ ഓപ്പറേഷനും കൂടി ആവശ്യമാണ്. എടുപ്പിലെല്ലാം പൊട്ടി ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ ശസ്ത്രക്രിയ വീണ്ടും ആവശ്യമുണ്ട്. അപ്പോൾ അതിനാൽ ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേര് ഇനി റീ ഓപ്പറേഷനാണെങ്കിൽ 2-3 ലക്ഷം രൂപ ചിലവ് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിലിരിക്കാൻ സഹായിക്കാനായിട്ട് ആരുമില്ല. ഞങ്ങളിപ്പോൾ തൽക്കാലം വാടകയ്ക്ക് ഇരിക്കണം. ഫാമിലി പെൻഷൻ മാത്രമാണ് വരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ മ്യൂസിക് ക്ലാസ് എടുക്കുന്നവനനുസരിച്ച് ട്യൂഷൻ കിട്ടും, പിന്നെ പെൻഷനുണ്ട്. അങ്ങനെ ചെറിയ വരുമാനങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ വരുമാനങ്ങളൊന്നും ഇല്ല. അപ്പം അങ്ങനെ ഇരിക്കണോ, വിഷമങ്ങളിലിരിക്കണം. പിന്നെ മരുന്നിന് പൈസ വേണം. മരുന്ന് ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ രാജീവ് റാവിൻ്റെ ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ അയാളുടെ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറവുണ്ട്. ഇനിയിപ്പോൾ ശസ്ത്രക്രിയ എത്രയും വേഗം വേണം. കാരണം തീരെ നടക്കണില്ല. 2 കാലിലും കംപ്ലൈൻ്റാണ്. ഇപ്പോൾ ഒരു കാലിൽ വീണ ശേഷം ആ കാല് ചെരിഞ്ഞിട്ട് മറ്റേ കാലിലും മുട്ടിയിട്ട് അപ്പോൾ ആ കാലിലും വർക്കൗട്ടായി. ഇപ്പോൾ തീരെ നടക്കണില്ല. സ്ഥിരമായി ഇരിപ്പാണ് വീട്ടിൽ. പിന്നെ മക്കളില്ല, ഞങ്ങൾക്ക് കുട്ടികളില്ല, വർഷങ്ങളായിട്ടും മക്കളില്ല. സ്വന്തമായി വീടില്ല. സ്വന്തമായി ഒരു ഭാഗം കഴിഞ്ഞ് ഞങ്ങൾക്ക് സ്വന്തമായി വീടില്ല. ചെറിയൊരു സ്ഥലമുണ്ട്, അതിൽ ഒന്നും കാര്യമായിട്ടൊന്നുമില്ല. അത് ഭാഗമൊന്നും കഴിഞ്ഞിട്ടില്ല. ഭാഗം കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കണം. ഇപ്പോൾ വാടകയ്ക്കാണ് താമസം. കുട്ടികളും മക്കളാരും ഇല്ല. അതെ സഹായിക്കാൻ അങ്ങനെ ആരുമില്ല. പിന്നെ ഡോക്ടർക്ക് കാരുണ്യം കൊണ്ടും പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സഹായങ്ങളൊക്കെയാണ് ജീവിതം നയിക്കുന്നത്. തുടർന്ന് തീർച്ചയ്ക്ക് 3 ലക്ഷം രൂപയോളം ഓപ്പറേഷന് വേണ്ടി വരും. തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ ഡോക്ടർ രാജീവ് റാവു ചെയ്യാമെന്ന് പറഞ്ഞിരിക്കണം. അതിന് ഇത്രയും പൈസ ചിലവുണ്ട്. ഈ 1 ജില്ലാൻ രൂപ ഇതിൻ്റെ ഇൻസ്ട്രുമെൻസിനായിട്ട് വേണം. കാരണം ഇതിൻ്റെ കമ്പികളും കാര്യങ്ങളൊക്കെ വെളിയിൽ നിന്ന് വരുത്തിയിട്ട് വേണം ചെയ്യാൻ. അല്ലാണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഇല്ല, നിർമ്മതിയില്ല. അപ്പോൾ അതിന് കുറച്ച് പൈസ വേണം. പിന്നെ മൊത്തം ടോട്ടൽ ചിലവ് 3 ലക്ഷത്തി സംതിങ് വരും. വീട്ടിലെല്ലാ ജോലികളും ഞാൻ തന്നെ ചെയ്യണം. എല്ലാ കാര്യങ്ങൾക്കും ഞാൻ തന്നെ പോകണം. എല്ലാത്തിനും അവരെ കൊണ്ടൊന്നും ബെഡിലിരിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഭക്ഷണം, മറ്റൊരു വിസർജന കാര്യങ്ങളും കുളിപ്പിക്കലും എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് മറ്റുള്ള ജോലികൾക്ക് പുറത്തു പോകാനൊന്നും എനിക്ക് ട്യൂഷൻ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ സഹായത്തിന് ആരുമില്ല. പിന്നെ ഈ വീട്ടിൽ ഗോപിയേട്ടൻ്റെ വീട്ടിലായതുകൊണ്ട് അവിടെ പിന്നെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും കൊണ്ട് പിന്നെ ഒരുപാട് റിസ്ക് ഇല്ല. എന്നാലും വളരെ വിഷമങ്ങളുണ്ട്. എങ്കിലും അങ്ങനെയൊക്കെയാണ് ജീവിതം നടന്നു പോകുന്നത്. അതിനാൽ പ്രേക്ഷകരുടെ സാമ്പത്തികമായ സഹായം എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഓപ്പറേഷൻ ചെയ്താൽ എൻ്റെ വൈഫ് നടക്കുമെന്ന് ഡോക്ടർ വിധി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിന് സാമ്പത്തികമായി നമ്മളെ സഹായിക്കാനോ നമുക്ക് മറ്റുള്ള വരുമാനങ്ങളോ ഒന്നുമില്ല. വേദനയിൽ കഴിയുന്നൊരു അവസ്ഥയാണ് ഭാര്യയുടെ. രാത്രി മുഴുവൻ ഈ ഗുളിക കഴിച്ച് ശുശ്രൂഷയായിട്ട് ഇങ്ങനെ കഴിയണു. അപ്പോൾ അതുകൊണ്ട് ഈ തുടർച്ച 6 വർഷമായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് യാതൊരു അറുതിയും കിട്ടിയിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പ്രകാരം എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ നിങ്ങൾ കനിയണം, സഹായിക്കണം എന്നെനിക്ക് പറയാനുള്ള അതിൻ്റെ അഭ്യർത്ഥന. UTV ന്യൂസ്, പാലക്കാട്. പാലക്കാട് രാമനാഥപുരം NSS കരയോഗം നായർ സർവീസ് സൊസൈറ്റിയുടെ 108ാമത് ജന്മദിനം ആഘോഷിച്ചു. പ്രസിഡന്റ് കെ സന്തോഷ് കുമാർ പതാക ഉയർത്തി. NSS രൂപീകരണ വേളയിൽ പൂർവ്വസൂരികൾ ഉരുവിട്ട പ്രതിജ്ഞ സെക്രട്ടറി ഹരിദാസ് മച്ചിങ്ങൽ ചൊല്ലിക്കൊടുത്തു. യൂണിയൻ ഭരണസമിതി അംഗം പി സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഭരണസമിതി അംഗങ്ങളായ KT പ്രകാശ്, സുനിൽ മേനോൻ, വനിതാ സമാജം പ്രസിഡന്റ് ശാലിനി സന്തോഷ്, വൈസ് പ്രസിഡന്റ് ഡോക്ടർ വാസന്തി മനോജ്, സെക്രട്ടറി J അമ്പിളി, പ്രിയ പ്രശാന്ത്, മറ്റംഗങ്ങൾ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്. പലാവൂർ ഗവൺമെന്റ് LP സ്കൂളിന്റെ നേതൃത്വത്തിൽ വിളംബര ജാഥയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു.
ലഹരി വിമുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി നടന്നത്. പല്ലാവൂർ ജംഗ്ഷനിലായിരുന്നു വിളംബരജാഥയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചത്. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് എ ഹാറൂൺ ഉദ്ഘാടനം ചെയ്തു. സ്നേഹമുള്ള നാടിനായി ഇവർക്ക് നമുക്ക് മാതൃകയാവാം. ലഹരിയുടെ പിടിയിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷിക്കാം. ലഹരി മുക്ത കേരളത്തിനായി നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം. ഗ്രാമപഞ്ചായത്ത് അംഗം സി മനുപ്രസാദ് അധ്യക്ഷനായി. പ്രധാന അധ്യാപിക ടി ഇ ഷൈമ, PTA പ്രസിഡന്റ് കെ മോഹനൻ, ബി ഗീത എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്. കൊല്ലങ്കോട് സെന്റ് പോൾസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി മുക്ത റാലി സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിമുക്ത പദ്ധതിയുടെ ഭാഗമായാണ് റാലി സംഘടിപ്പിച്ചത്. സ്കൂൾ പ്രിൻസിപ്പൽ ജാൻസി ജോർജ് റാലിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ലഹരി നമുക്ക് വേണ്ടേ വേണ്ട. ലഹരി കൊണ്ട് നമ്മുടെ ജീവിതം നശിച്ചു പോകും. അപ്പോൾ ലഹരി എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നത്? അത് വളരെ വികലമായ രീതിയിൽ ഇന്ന് സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ലഹരിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് നമ്മളുടെ ഇന്നത്തെ ഈ ജാഥ. അപ്പോൾ നിങ്ങൾ ഇത് വിളിച്ചു പറഞ്ഞിട്ട് പോകണം, ലഹരി നമുക്ക് വേണ്ടേ വേണ്ട. ലഹരി ഇപ്പോൾ പല മാർഗത്തിലൂടെയും കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. ചെറിയ ചെറിയ കുട്ടികൾ വരെ ലഹരിക്ക് അടിമയാവാണ്. ലഹരിക്ക് അടിമയാകുമ്പോൾ അവർ ചെയ്യുന്ന ദുഷ്കൃത്യങ്ങൾ വളരെ വലുതാണ്. അമ്മയെ കൊല്ലുക, ഭാര്യയെ കൊല്ലുക, മക്കളെ കൊല്ലുക, കാമുകിയെ കൊല്ലുക, അങ്ങനെ കുറേ അധികം പ്രശ്നങ്ങൾ ഇന്നത്തെ സൊസൈറ്റി അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു അഗെയിൻസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന റാലിയാണ് ഇന്ന് നമ്മൾ സംഘടിപ്പിക്കുന്നത്. ലഹരി വേണ്ടേ വേണ്ട, ജീവിതമാണ് ലഹരി എന്ന മുദ്രാവാക്യമുയർത്തിയാണ് റാലി നടത്തിയത്. ലഹരി ഉപയോഗത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കുട്ടികളിലും സമൂഹത്തിലും അവബോധം സൃഷ്ടിക്കുകയാണ് റാലിയുടെ ലക്ഷ്യം. JRC കോർഡിനേറ്റർ വി ആരതിയുടെ നേതൃത്വത്തിൽ JRC കുട്ടികൾ, UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവർ റാലിയിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്. വെങ്ങന്നൂർ ഗവൺമെന്റ് LP സ്കൂളിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സമാപിച്ചു. സമാപന സമ്മേളനം സ്കൂൾ അങ്കണത്തിൽ നടന്നു. വിദ്യാർത്ഥികൾക്കുള്ള ലഹരിവിരുദ്ധ ക്ലാസോടെയാണ് സമാപന പരിപാടി തുടങ്ങിയത്. ആലത്തൂർ RBSK നഴ്സ് പ്രജിത ക്ലാസ് നയിച്ചു. ശേഷം വിദ്യാർത്ഥികൾ ലഹരിക്കെതിരെ മനുഷ്യച്ചങ്ങല തീർത്തു. ലഹരിവിരുദ്ധ ഗാനം ആലപിക്കുകയും ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. ലഹരിക്കെതിരായ ഫ്ലാഷ് മോബും അരങ്ങേറി. പ്രതീകാത്മക ലഹരി പദാർത്ഥങ്ങൾ നശിപ്പിച്ചുകൊണ്ട് ലഹരിമുക്ത നാടിന്റെ ആവശ്യകത വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചു. സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തിലെ തിന്മയെ തുടച്ചു മാറ്റാൻ നമ്മളിവിടെ ഒരു പ്രതിജ്ഞയെല്ലാം തന്നെ ചൊല്ലുകയും ലഹരി ഉപയോഗിക്കാതിരിക്കാൻ നമ്മളിവിടെ അതെല്ലാം കത്തിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ വീടുകളിലും ബോധവൽക്കരണം നടത്തുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഓരോരുത്തരും, ഓരോ വിദ്യാർത്ഥികളും ഓരോ വിദ്യാർത്ഥിനികളും ലഹരി ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനെ പ്രതികരിക്കാനുള്ള സഹായ സഹകരണങ്ങൾ ഇവിടെ ഉണ്ടായി നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാനുള്ള ഒരു പ്രവർത്തനത്തിൽ കൂട്ടായ്മയോടുകൂടി പ്രവർത്തനം നടത്താം എന്നതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. PTA പ്രസിഡന്റ് S ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ M അബ്ദുൽ കലാം, A ഷമീർ, പ്രധാനാധ്യാപിക SD രാജശ്രീ എന്നിവർ പ്രസംഗിച്ചു. സമിതി ജില്ലാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ബാബു കോട്ടയിലിനും മറ്റ് ഭാരവാഹികൾക്കുമാണ് KVVES നെന്മാർ നിയോജക മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകിയത്. വല്ലങ്ങി തണ്ണിയപ്പൻകുളം പരിസരത്ത് നിന്ന് സ്വീകരണ ജാഥ ആരംഭിച്ചു. നെന്മാർ ജംഗ്ഷനിൽ ജാഥ സമാപിച്ചു.
ശേഷം ടിനി കൺവെൻഷൻ ഹാളിൽ നടന്ന സ്വീകരണ സമ്മേളനം ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലയിൽ ഏറ്റവും ശക്തമായ രീതിയിൽ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ഒരു തീരുമാനത്തിൽ നിന്നുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളെയൊക്കെ മാറ്റി നിർത്തി യോജിപ്പിന്റെ തലങ്ങളെ കണ്ടെത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള ഒരു ജില്ലാ കമ്മിറ്റി 25-ന് സെപ്റ്റംബർ മാസം അധികാരമേറ്റു. ആ ജില്ലാ കമ്മിറ്റിക്ക് നിങ്ങൾ നൽകുന്ന ഈ സ്വീകരണം, നിങ്ങൾ നൽകിയിട്ടുള്ള ഊഷ്മളമായ ഈ സ്വീകരണത്തിന് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ആദ്യമേ ഞാൻ നന്ദി പറയുകയാണ്. നമ്മുടെ ജില്ലയിലെയും ഈ നിയോജക മണ്ഡലത്തിലെയും കച്ചവടക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഏറ്റവും മികച്ച സംഘടനാ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി നിന്ന് പടപൊരുതുകയും പോരടിക്കുകയും ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തതിന്റെ വിജയമാണ് ഈ സമ്മേളനം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹരിപ്രസാദ് അധ്യക്ഷനായി. മുതിർന്ന നേതാവ് ഗഫൂർ ജില്ലാ ഭാരവാഹികൾക്ക് ആദരവ് നൽകി. ജില്ലാ ട്രഷറർ KK ഹരിദാസ്, വൈസ് പ്രസിഡന്റുമാരായ CV ജെയിംസ്, ജില്ലാ സെക്രട്ടറിമാരായ ഷെയ്ഖ് ചിനാവ, P ബാലമുരളി, ഉല്ലാസ് കൊടുവായൂർ, നെന്മാറ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ, വല്ലങ്ങി യൂണിറ്റ് ജനറൽ സെക്രട്ടറി V സുകുമാരൻ എന്നിവർ പ്രസംഗിച്ചു. നിയോജക മണ്ഡലം സെക്രട്ടറി ഏലിയാസ് തോമസ് സ്വാഗതവും ട്രഷറർ P രതീഷ് നന്ദിയും പറഞ്ഞു. UTV ന്യൂസ് പാലക്കാട്. കേരള പിറവി ദിനം ആചരിച്ച പലാവൂർ ചിന്മയ വിദ്യാലയം ആഘോഷത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികൾ നടന്നു. കലാപരിപാടികളും ഉണ്ടായിരുന്നു. പൈതൃകം 2022 എന്ന പേരിൽ പുരാവസ്തുക്കളുടെ പ്രദർശന ശില്പശാലയും നടത്തി. പ്രിൻസിപ്പൽ ജയൻ കാമ്പ്രത്ത്, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയ വിദ്യാർത്ഥികളായ ശ്രീലയ, ജെയ്മോൻ ജെയിംസ്, S ആത്മജ് എന്നിവർ ചേർന്ന് പ്രദർശനമേള ഉദ്ഘാടനം ചെയ്തു. കേരള ഭൂപടത്തിന്റെ ആകൃതിയിൽ കുട്ടികൾ അണിനിരുന്നത് കൗതുകമുണർത്തി. മോഹിനിയാട്ടം, കഥകളിപ്പദം, ഇടയ്ക്കവാദനം, നാടൻപാട്ട്, സംഘനൃത്തം, സോപാന സംഗീതം എന്നിവയാണ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത്. സമീപ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ പ്രദർശനം കാണാനെത്തിയിരുന്നു. പ്രധാന അധ്യാപിക N ഷീജ, പത്മപ്രിയ, ശ്രീകല, ഉഷ, സഞ്ജു എന്നിവർ പ്രസംഗിച്ചു. കേരളപ്പിറവിയോടനുബന്ധിച്ച് നവംബർ 1-ാം തീയതിയുടെ പ്രോഗ്രാമിനോടനുബന്ധിച്ചാണ് നമ്മൾ നടത്തിയിരിക്കുന്നത് ഈ ഒരു ചിന്മയ വിദ്യാലയ പല്ലാവൂരിൽ. കാരണം കുട്ടികൾക്ക് പഴയകാലത്തുള്ള വസ്തുക്കളും പഴയ നമ്മുടേതായ പെരുമ നഷ്ടപ്പെടുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം പൈതൃകം എന്ന പേരിൽ നമ്മൾ ഈ വിദ്യാലയത്തിൽ പേരിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പല്ലാവൂർ ചിന്മയിലെ കുട്ടികളും പിന്നെ പുറത്തുള്ള ഗവൺമെൻറ് സ്കൂളുകളിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ പ്രോഗ്രാം ഇവിടെ പത്മപ്രിയ ടീച്ചറുടെ നേതൃത്വത്തിൽ നമ്മൾ നടത്തിയിരിക്കുന്നത്. മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുട്ടിയുടെ എല്ലാവരും LKG മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടിയുടെ എല്ലാവരെയും അവരുടെ പേരൻസിൻ്റെ എല്ലാവരും കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റിയത്. എല്ലാ പേരൻസും കുട്ടികളും ഇതിൽ പങ്കാളികളായി ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ. ഇനിയും ഇതുപോലുള്ള പ്രോഗ്രാമുകൾ നടത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. വളരെ പഴക്കം ചെന്ന താളിയോല ഗ്രന്ഥങ്ങളുണ്ട് അതിൽ. അതുപോലെ തന്നെ രാമായണം ഓലയിൽ എഴുതിയതുണ്ട്. അങ്ങനെ കുട്ടികൾ കളക്ട് ചെയ്ത് വന്നപ്പോൾ ഒരുപാട് സാധനങ്ങൾ കുട്ടികളെ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അടുത്തുള്ള സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ വരികയുണ്ടായി. വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണെന്ന് തന്നെ പറയാം. UTV ന്യൂസ് പാലക്കാട്. വല്ലങ്ങി NSS വനിതാ സമാജത്തിന്റെ പൊതുയോഗവും തിരഞ്ഞെടുപ്പും NSS കരയോഗ മന്ദിരത്തിൽ വെച്ച് നടന്നു. ശരണം നീയെന്നും ആലസ്യമാണ്ടോരെ തട്ടിയുണർത്തി തമ്മിലടിച്ചോരെ കൂട്ടിയിണക്കി അധ്വാനശീലരായി മാറ്റി ഉണർത്തി വിജയിച്ചോരാചാര്യ ശരണം നീയെന്നും. ആലത്തൂർ ചിറ്റൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് K സനൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വല്ലങ്ങി കരയോഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ വേലയ്ക്ക് വന്നിട്ടുണ്ട് എന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. ഞാൻ ബേസിക്കലി ഒരു കുട്ടനാട്ടുകാരനാണ്.
പിന്നെ ഇവിടെ വന്ന് എല്ലാവരെയും കണ്ടതിലും പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. സമാജം പ്രസിഡന്റ് ഗീത ശബരിനാഥ് അധ്യക്ഷയായി. യൂണിയൻ സെക്രട്ടറി കെ വിനീഷ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സെക്രട്ടറി രമ്യ രാജേഷ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സജിത അജയ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് രവികുമാർ മുരിങ്ങമല, കമ്മിറ്റി അംഗങ്ങളായ വിജയൻ കെ നായർ, നാരായണൻകുട്ടി, കരയോഗം പ്രസിഡന്റ് വി ശബരിനാഥ്, സെക്രട്ടറി കെ കേശവദാസ് മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ലഹരി മുക്ത ക്യാമ്പയിനിൽ പങ്കുചേർന്ന സർക്കാർ സർവീസ് സംഘടനയായ FCTO ലഹരി മുക്ത ക്യാമ്പയിന്റെ ഭാഗമായി ജീവനക്കാർ മനുഷ്യ ശൃംഖല തീർത്ത് പ്രതിജ്ഞ ചൊല്ലി. നാശത്തിലേക്കുള്ള കൗണ്ട് ഡൗൺ വേണ്ട, ചിന്തിക്കൂ നല്ല ആരോഗ്യത്തിനായി എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ജീവനക്കാർ മനുഷ്യശൃംഖല തീർത്തത്. പാലക്കാട് സിവിൽ സ്റ്റേഷൻ കവാടത്തിൽ തീർത്ത മനുഷ്യശൃംഖലയിൽ നിരവധി ജീവനക്കാർ അണിചേർന്നു. ഡോക്ടർ റീത്ത പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. KGOA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ M A നാസർ, NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ, R സജിത്, KP പ്രീതി, PK രാംദാസ് എന്നിവർ നേതൃത്വം നൽകി. UTV ന്യൂസ് പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായത്തിൽ ഭേദഗതി വരുത്തി സംസ്ഥാന സർക്കാർ യുവാക്കളെ വഞ്ചിച്ചുവെന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ. പിണറായി വിജയന്റെ അടിമകളായി DYFI പോലുള്ള സംഘടനകൾ മാറിയെന്നും ഷാഫി പറമ്പിൽ MLA. കേരളത്തിൽ അന്ധവിശ്വാസത്തിനും അരുംകൊലയ്ക്കും ഊർജം പകരുന്നത് ഭരണപരാജയത്തിന്റെ തെളിവാണെന്ന BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി KP സുധീർ. കേരളത്തെ ലഹരി ഭീകരവാദ മുക്തമാക്കുക എന്ന മുദ്രാവാക്യവുമായി BJP നേതൃത്വത്തിൽ പാലക്കാട് പൊതുസദസ് സംഘടിപ്പിച്ചു. പോലീസിന്റെ പരാക്രമം പട്ടാളക്കാരോട് വേണ്ടെന്ന എക്സ് സർവീസ് ലീഗ്. കേരളത്തിന്റെ പേരിനും പെരുമയ്ക്കും അഭിമാനത്തിനും തുരങ്കം വയ്ക്കുന്ന സർക്കാരാണ് കേരളത്തിലേതെന്നും ഭാരവാഹികൾ. ലൈഫ് മിഷൻ എന്ന പേരിൽ വാഗ്ദാനങ്ങളുടെ ചതിയിൽപ്പെട്ടത് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളാണെന്ന KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ. ചിറ്റൂർ വെള്ളപ്പനിയിൽ ഫ്ളാറ്റ് നിർമ്മാണം നിലച്ചതിനെതിരെ വഞ്ചനയുടെ 5 ആണ്ട്. ഉപവാസ സമരം നടത്തി കോൺഗ്രസ്. സംസ്ഥാന സർക്കാരിന്റെ ലഹരിമുക്ത ക്യാമ്പയിനിൽ പങ്കുചേർന്ന സർക്കാർ സർവീസ് സംഘടനയായ FCTO ക്യാമ്പിന്റെ ഭാഗമായി ജീവനക്കാർ മനുഷ്യ ശൃംഖല തീർത്ത പ്രതിജ്ഞ ചൊല്ലി. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.